നമസ്കാരം. നമസ്കാരം. തിരുവനന്തപുരത്തെ കോർപ്പറേഷനിൽ 20 കോർപ്പറേഷൻ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഇപ്പോൾ കോടതി റദ്ദ് ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അത് വളരെ വിചിത്രമായ ഒരു രീതിയാണ് ഈ കോർപ്പറേഷൻ കൗൺസിലേഴ്സ് സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞപ്പോൾ സത്യവാചകത്തിൽ ഉൾപ്പെടുത്തിയത് എന്നുള്ളതാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. അതിന് കോടതി അതിൻ്റെ ആ ജഡ്ജ്മെൻറ്റ് തുടങ്ങും മുമ്പ് തന്നെ MD രാജേന്ദ്രൻ്റെ വിഖ്യാതമായ ഒരു പാട്ടിന് 4 വരി കടം കൊണ്ടിട്ടുണ്ടായിരുന്നു. കുരിശു വരച്ചാലും കുമ്പസരിച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും കാണുന്നതൊന്ന് കേൾക്കുന്നതൊന്ന് കരുണാമയനാം ദൈവമൊന്ന്. അപ്പോൾ ദൈവം എന്ന നിർവചനത്തിന് മറ്റ് കൂട്ടിച്ചേർക്കലുകൾ പാടില്ല, അതൊരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല. മറ്റ് നിർവചനങ്ങളൊന്നും ഈ പഞ്ചായത്ത് രാജ് ആക്ടിലോ അല്ലെങ്കിൽ മുനിസിപ്പൽ ആക്ടിലോ ഇല്ല. അതുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് ഒന്നുകിൽ ദൈവനാമത്തിൽ, ആ ദൈവത്തിന് മറ്റ് നിർവചനങ്ങൾ കൊടുത്ത് സത്യപ്രതിജ്ഞ ചെയ്യാൻ പാടില്ല, അല്ല എന്നുണ്ടെങ്കിൽ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് 2 പ്രതിജ്ഞ മാത്രമേ അനുവദിക്കപ്പെടൂ, അതാണ് നിയമപരമായി അംഗീകരിക്കാൻ സാധിക്കൂ എന്നാണ് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സത്യപ്രതിജ്ഞ ചെയ്ത 20 കൗൺസിലേഴ്സിൻ്റെയും ആ സത്യപ്രതിജ്ഞ ചെയ്ത ആ രീതി തന്നെ, സത്യപ്രതിജ്ഞ തന്നെ കോടതി റദ്ദ് ചെയ്തിരിക്കുന്നു. വീണ്ടും 4 ആഴ്ചയ്ക്കുള്ളിൽ ഇവരോട് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാം. എന്നാൽ അതുവരെ ഇവർ കൗൺസിലേഴ്സ് എന്ന പദവി ഇവർക്കുണ്ടായിരിക്കില്ല. എന്നാൽ ഇതിനു മുൻപ് കൗൺസിലേഴ്സ് എന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊന്നും മാറ്റം ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുകൂടി കോടതി നിരീക്ഷിക്കുമ്പോൾ ഇത് കൃത്യമായ ഒരു സൂചന തന്നെയാണ്, സന്ദേശം തന്നെയാണ് കോടതി നൽകുന്നത്. ജനാധിപത്യപരമായ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ ഒരു പ്രത്യേക മതത്തോടോ മതവിഭാഗത്തോടോ പ്രതിപത്തിയോ വിപ്രതിപത്തിയോ കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ നിയമം അനുശാസിക്കുന്നത്. ഇവിടെ പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം അതിൻ്റെ 152 പഞ്ചായത്ത് രാജ് ആക്ട് 152 പ്രകാരം, അതുപോലെ മുനിസിപ്പൽ ആക്ട് 143 പ്രകാരവും ഒരു കാരണവശാലും ഇത്തരം സത്യപ്രതിജ്ഞകൾ അത് വാല്യുബിൾ ആയിരിക്കില്ല, അംഗീകരിക്കപ്പെടില്ല എന്ന് തന്നെയാണ് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്തായാലും ഇവർക്ക് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള ഒരു അവസരം കൂടി കോടതി കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ, ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ ഫവാസ് ഇതിനെ നോക്കിക്കാണുന്നത്? BJPക്ക് കേരളത്തിൽ തുടക്കത്തിലെ പിഴച്ചു എന്നുള്ളത് പറയേണ്ടി വരും. കാരണം നമുക്കറിയാം, നരേന്ദ്രമോദിയും അമിത്ഷാ വരെ കൊട്ടി ആഘോഷിച്ച വലിയ ഒരു വിജയമായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചത്. കാരണം അവരെ കേന്ദ്ര നേതൃത്വം, BJP ദേശീയ നേതൃത്വം അടക്കം വലിയ തരത്തിൽ ആഘോഷിച്ചതായിരുന്നു. കാരണം കേരളത്തിൽ ഇന്നേ വരെ ഇത്ര തരത്തിലുള്ള പഞ്ചായത്ത് പിടിച്ചിട്ടുണ്ടെന്നല്ലാണ്ട് ഒരു കോർപ്പറേഷൻ പിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ BJP സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമായിരുന്നു. അപ്പം തിരുവനന്തപുരത്ത് വലിയ തരത്തിൽ BJP വളരുന്നു എന്നുള്ള കാര്യം അമിത്ഷാക്കും ഇവർക്കും വലിയ സന്തോഷം പ്രകടിപ്പിച്ച ഒന്ന് തന്നെയാണ്. സെക്രട്ടേറിയറ്റിന് മൂക്കിന് താഴെയുള്ള കോർപ്പറേഷൻ. അതെ, കാരണം ഈ പറഞ്ഞ പോലെ തലസ്ഥാനത്തിൻ്റെ മൂക്കിന് താഴെയാണ് സാധനം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പിടിക്കുക എന്ന് പറഞ്ഞാൽ അതിന് വലിയൊന്നും BJPക്ക് കിട്ടാനില്ല. പക്ഷേ ഇപ്പോൾ വരുന്ന വേറൊരു പ്രതിസന്ധി, ഇത് അയോഗ്യതാക്കിയോടുകൂടി ഏകദേശം 4 ആഴ്ചക്കുള്ളിൽ ഇവരെല്ലാവരും സത്യപ്രതിജ്ഞ ചെയ്യണം. ഇപ്പം ഈ സത്യപ്രതിജ്ഞ ചെയ്യുമ്പം എന്തായാലും എനിക്ക് തോന്നുന്നു മേയർ എന്തായാലും 29-ാം തീയതി കഴിഞ്ഞിട്ടാണ് അടുത്ത കൗൺസിൽ വിളിച്ചിട്ടുള്ളത്. അവരുടെ ഒരു നേതാവ് ഓൾറെഡി ഇപ്പോൾ ജയിലിലാണ് കിടക്കുന്നത്. അപ്പം അന്നത്തെ വിഷയം ഉണ്ടായിരുന്നല്ലോ, ഈ പറഞ്ഞ പോലെ പാതിരാത്രി പോലീസ് പോയി കാപ്പ കേസ് പ്രതിയെ പൊക്കുന്നതൊക്കെ. അപ്പോൾ അതിനുശേഷം ഒരാളവിടെ തോക്ക് ചൂണ്ടിക്കൊണ്ടുപോയത്, അല്ല ആകാശത്തോട്ട് വെടിവെച്ചു. അപ്പം ഇതൊക്കെ അന്ന് BJP വലിയ തരത്തിലാക്കിയിരുന്നു. എൻ്റെ മണ്ഡലത്തിൽ തോക്ക് പൊട്ടിച്ച് പ്രതികളെ കൊണ്ടുപോകാൻ പാടില്ല എന്ന് മുരളീധരനും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു, അന്ന് കെ മുരളീധരനും. അപ്പം ഈ പറഞ്ഞ പോലെ അതിനുശേഷം അയാൾ പറഞ്ഞത്, അവിടുത്തെ മേയർ പറഞ്ഞത് അയാൾ അങ്ങനെ കാപ്പ കേസ് പ്രതിയൊന്നും അല്ല എന്നുള്ള തരത്തിലാണ് പറഞ്ഞത്. പിന്നീട് എനിക്കറിയില്ല ഇത്രത്തോളം വലിയ മണ്ടന്മാരൊക്കെയാണ് ഇവർ ഈ മത്സരത്തിന് നിർത്തുന്നത് എന്നുള്ളതൊക്കെ. കാരണം നമുക്കറിയാം കൃത്യം 50 വാർഡ് മെമ്പർമാർ അല്ലെങ്കിൽ കൗൺസിലർമാരാണ് നിലവിൽ BJPക്ക് ഉള്ളത്. 51-ാമതൊരു സ്വതന്ത്ര കക്ഷിയുടെ പിന്തുണയോട് കൂടിയാണ് ഇവർ ജയിച്ചിട്ടുള്ളത്. അതായത് ഈ 51-ാമത്തെ വ്യക്തി എപ്പോൾ വേണമെങ്കിലും മറികണ്ഠം ചാടാം. കാരണം അയാൾക്ക് പ്രത്യേകിച്ച് മാറിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല, അയാൾ സ്വതന്ത്രനാണ്. നേരെ മറിച്ച് ആ ഒരാൾ കൗൺസിലർ എങ്ങാനും കൃത്യസമയത്ത് എത്തില്ല, അയാൾ ഓൾറെഡി 2 വട്ടം ആബ്സെൻ്റാണ്, തുടർച്ചയായി 3 വട്ടം കൗൺസിലറുകൾ പങ്കെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അയോഗ്യനാക്കപ്പെടും അദ്ദേഹം. അപ്പോൾ ഇത്തരത്തിൽ BJP വലിയ തരത്തിലുള്ള പ്രതിസന്ധി. മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ നിലവിൽ ജയിലിൽ കൂടിയാണ്. അപ്പം ആ കൃത്യസമയത്ത് അവർ പുറത്ത് വിടുമോ ഇല്ലയോ എന്നുള്ളത്. കാരണം ഇപ്പോൾ
ഭരണം കയ്യിലിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ കോൺഗ്രസിൻ്റെ കയ്യിലാണ്. അപ്പോൾ അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ലാസ്റ്റ് ഘട്ടം വെച്ചിട്ട് ഒരു ദിവസം വരെ വേറൊരു കേസ് ചുമത്തിങ്ങാണ്ട് വീണ്ടും ജയിലിൽ കൊണ്ടുപോയിട്ടാൽ അന്ന് ഈ പറഞ്ഞ പോലെ കൗൺസിലർ യോഗം ചേരുമ്പോൾ അദ്ദേഹത്തിന് അവിടെ പങ്കുചേരാൻ പറ്റില്ല എന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ BJPയുടെ ഭരണം വരെ തുലാസിലാവുന്ന വലിയൊരു തരത്തിലോട്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ പോകുന്നത്. കാരണം ഈ പറഞ്ഞ പോലെ ഈ വ്യക്തി അടക്കം ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കോടതി പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു കിട്ടുകയാണ്. കാരണം 3 MLA ഒരു വശത്ത്, മറുവശത്ത് ഈ പറഞ്ഞ പോലെ ഒരു കോർപ്പറേഷൻ കിട്ടുന്നു. അപ്പോൾ BJP കൊണ്ട് എല്ലാം കൊണ്ടും അവർക്കൊരു ഓണം തന്നെയായിരുന്നു ഈ ഒരു ഇലക്ഷൻ എന്ന് പറഞ്ഞത്. കാരണം ഒന്നുമില്ലായ്മയിൽ നിന്നും 3 MLA വരെ കിട്ടിയെന്നുണ്ടെങ്കിൽ BJPയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യം തന്നെയാണ്. അപ്പം അതിലോട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഇടുത്തി പോലെ ഈ ഒരു പ്രശ്നമാണ് വരുന്നത്. പിന്നെ സാമാന്യ ബോധമുള്ളവർക്ക് എല്ലാവർക്കും അറിയാം, ഇത്തരത്തിൽ ഒന്നല്ലെങ്കിൽ ദൈവനാമത്തിൽ എന്ന് പറയുന്നത് സാധാരണ അത്ര വലിയ വിശ്വാസിയാണെങ്കിൽ നമ്മൾ അത്രേ പറയാറുള്ളൂ. പക്ഷേ അതിലും കടന്നുകൊണ്ട് ഭാരതാംബയെ വിളിക്കുന്നു, എന്താ കുറേ സാധനങ്ങൾ വിളിക്കുന്നുണ്ട്. ആറ്റുകാലമ്മയുടെ നാമത്തിൽ, പരശുരാമന്റെ നാമത്തിൽ, ഒരാള് വടക്കാഞ്ചേരിയിൽ ഉമ്മൻചാണ്ടിയുടെ ആ പഞ്ചായത്തില് ഉമ്മൻചാണ്ടിയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു, അതും അസാധുവാക്കിയിട്ടുണ്ട്. പിന്നെ വേറൊന്നുണ്ടല്ലോ പത്മനാഭന്റെ പേരിൽ. അപ്പോൾ ഇത്തരത്തിൽ പല ദൈവങ്ങളുടെ പേരിലേക്കാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അപ്പം ഒന്ന് ഈ വിവരമില്ലായ്മ കൂടപ്പറപ്പാണ് പല BJPക്കാർക്കും. അതിപ്പോൾ ഈ ശ്രീലേഖ IAS പോലും നോളജ് ഉണ്ടെന്നല്ലാതെ ഇൻഫോർമേഷൻ ഉണ്ടാവും, പക്ഷേ നോളജ് ഉണ്ടാവില്ല. വിവരവും പിന്നെ ഈ മറ്റേ വിദ്യാഭ്യാസവും രണ്ടും വ്യത്യസ്തമാണ്. ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിളിൽ നിന്നാണെങ്കിലും കിട്ടും. മറ്റേത് ഈ പറഞ്ഞ പോലെ വിജ്ഞാനമാണ്. അത് ഈ പറഞ്ഞ പോലെ നല്ല ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടണം, അല്ലെങ്കിൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടണം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കോ അല്ല എന്നുണ്ടെങ്കിൽ കോർപ്പറേഷൻ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലേക്കോ ഒക്കെ മത്സരിക്കുന്നവർ ഈ പഞ്ചായത്ത് ആക്ടോ അല്ലെങ്കിൽ മുനിസിപ്പൽ ആക്ടോ ഒക്കെ ഒന്ന് വായിച്ചിരിക്കുന്നത് നല്ലതാണ്. കാരണം ഇവർ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഈ ആക്ട് പ്രകാരമാണ് എന്നുള്ളത് ഇവർ വിസ്മരിക്കരുതല്ലോ. അല്ലെങ്കിൽ ഞാൻ ഇന്നതൊക്കെയാണ് ചെയ്യേണ്ടത്, ഇന്നതൊക്കെ എനിക്ക് ചെയ്യാൻ പാടില്ല ഒരു മെമ്പർ എന്ന രീതിയിൽ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ, ജനപ്രതിനിധി എന്ന രീതിയിൽ ഞാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ഇങ്ങനതൊക്കെ ഈ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ള ആ ബാലപാഠങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ ഇത്തരം മണ്ടത്തരങ്ങളൊന്നും ഒരുപക്ഷെ അവരുടെ വിശ്വാസ സങ്കല്പങ്ങളെ ചോദ്യം ചെയ്യുന്നതല്ല. ഇപ്പോൾ ആറ്റുകാലമ്മയിൽ അത് അവരുടെ വിശ്വാസം കാണിക്കേണ്ട സ്ഥലമല്ല ഈ പറഞ്ഞ പോലെ കോർപ്പറേഷൻ. അത് അവരുടെ സ്വകാര്യ നിമിഷങ്ങളാണ്. ഇപ്പം അവർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അത് അമ്പലത്തിലോ അവരുടെ കുടുംബത്തിലോ ചെയ്യാം. പക്ഷേ ഈ കോർപ്പറേഷൻ്റെ കാര്യം വരുമ്പോൾ അവിടെ ജാതി മത വർഗ്ഗ ഭേദമന്യേ ലിംഗ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണണം എന്നുള്ളതാണ്. അതിനപ്പുറം പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ ഒരു പ്രത്യേക വിഭാഗത്തിൽ മാത്രം ഞങ്ങൾ വിശ്വസിക്കുന്നതാണ് ബെറ്റർ, അല്ലെങ്കിൽ ഞങ്ങളതാണ് ഈ കോർപ്പറേഷൻ. ഇപ്പോൾ പാലക്കാടൊക്കെ ഞാൻ ആ സാധനം കണ്ടതായിരുന്നു. അവിടെ ജയിച്ചു കഴിഞ്ഞപ്പം പാലക്കാട് ഈ പറഞ്ഞ മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ ജയ് ശ്രീരാമിൻ്റെ സാധനം വെച്ചിട്ട് താഴെ ഇറക്കുന്നതും വലിയ തരത്തിലുള്ള സാധനങ്ങളാണ് നടക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എന്താ പറയുക, മതം തലക്ക് പിടിച്ച ഒരു കൂട്ടരാണ് BJP. മതം വേണം. അത് തന്നെയാണ് ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഈ പഞ്ചായത്ത് രാജ് ആക്ടോ അല്ലെങ്കിൽ മുനിസിപ്പൽ ആക്ടോ ഒക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. കാരണം ഈ സത്യപ്രതിജ്ഞാ വേളയിൽ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുക അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞ എടുക്കുക, ഇത് രണ്ടുമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എത്ര കണ്ട് ഭക്തനായാലും എത്ര കണ്ട് നാസ്തികനായാലും അവിടെ പാലിക്കപ്പെടേണ്ടത് ഇത് തന്നെയാണ്. ഇത് ഉമ്മൻചാണ്ടിയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്ന് വടക്കാഞ്ചേരിയിലെ ഒരു കോൺഗ്രസ് കക്ഷി മെമ്പർ പറയുമ്പോൾ തീർച്ചയായും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടി ദൈവതുല്യനായിരിക്കാം. പക്ഷേ ഈ പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം അല്ലെങ്കിൽ മുനിസിപ്പൽ ആക്ട് പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് ആ ആക്ടിൻ്റെ കീഴിലാണ്. അപ്പോൾ ഇത് ഈ പരിപൂർണമായി തന്നെ ഇത്തരം ആക്ടുകളിൽ പറയുന്ന നിയമവ്യവസ്ഥകൾ ഞാൻ പാലിച്ചുകൊള്ളാം എന്നുള്ള ഒരു സത്യപ്രതിജ്ഞ കൂടിയാണ് അവിടെ ഇവർ കൈക്കൊള്ളുന്നത്. അപ്പോൾ അവിടെയാണ് ഇവർക്ക് തെറ്റുപറ്റിയത്. അല്ലാതെ ഇപ്പോൾ ആറ്റുകാലമ്മയെ വിശ്വസിക്കുന്ന ആളോ അല്ലെങ്കിൽ തിരുവല്ലം പരശുരാമനെ വിശ്വസിക്കുന്ന ആളെ ഒന്നും കോടതി തള്ളി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് കോടതി MD രാജേന്ദ്രൻ്റെ ആ 4 വരി ആദ്യം കടം കൊണ്ട് പറഞ്ഞത്. കുരിശു വരച്ചാലും കുമ്പസരിച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും കാണുന്നതൊന്ന് കേൾക്കുന്നതൊന്ന് കരുണാമയനാം ദൈവമൊന്ന് എന്ന് പറയുമ്പോൾ പോലെ ഇവരുടെ ആ ഈശ്വര വിശ്വാസത്തെയും സങ്കല്പങ്ങളെയൊന്നും കോടതി തള്ളി പറയുന്നില്ല. എന്നാൽ ഇവിടെ ഈ സത്യപ്രതിജ്ഞ വേളയിൽ ചൊല്ലാൻ പാടുള്ള സത്യപ്രതിജ്ഞ അംഗീകരിക്കപ്പെട്ടത് ഈ രീതിയിലാണ്, അതുകൊണ്ട് അത് മാത്രമേ സ്വീകരിക്കപ്പെടുള്ളൂ എന്ന് പറഞ്ഞ് കോടതിക്ക് ആ സത്യപ്രതിജ്ഞ അസാധുവാക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ഇവർ നേരത്തെ ഫവാസ് ചൂണ്ടിക്കാണിച്ചതുപോലെ നോളജ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ ഈ ഗൂഗിൾ പോലുള്ള വിവരസാങ്കേതിക പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്ക് ഒരുപക്ഷെ സെർച്ച് ചെയ്താൽ പലതും കിട്ടും. പക്ഷേ നമ്മളൊരു വിജ്ഞാനം എന്ന് പറയുന്ന ആ വൈജ്ഞാനിക തൃഷ്ണ ഉള്ളിൽ നിന്നുണ്ടാവണം. അത് എങ്ങനെയാണ് നമ്മൾ നേടിയെടുക്കേണ്ടതെന്ന് അവനവൻ്റെ അനുഭവത്തിൽ നിന്നും ആർജവത്തിൽ നിന്നും ഒക്കെ തന്നെയാണത്. അത് എങ്ങനെയാണ് അന്വേഷണത്തിൽ നിന്നൊക്കെ തന്നെയാണ്. അപ്പോൾ അന്വേഷണം എന്തായാലും നിർബന്ധം തന്നെയാണ്. നമ്മൾ പറഞ്ഞു കേട്ടു
നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഒരു ദിവസം ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 100 പേജെങ്കിലും ഏതെങ്കിലും ഒരു പുസ്തകത്തിൻ്റെ വായിച്ചിരിക്കും എന്നുള്ളത്. വായന വലിയൊരു ശീലം തന്നെയാണ്. അപ്പോൾ വായനയിലൂടെയും അല്ലെങ്കിൽ അത്രത്തോളം ദിഷ്ണാശാലികളായ ആളുകളിലൂടെ അവരുടെ സാമീപ്യം, അല്ലെങ്കിൽ നേരത്തെ ഫവാസ് സൂചിപ്പിച്ച പോലെ ഗുരുവിലൂടെ ഒക്കെ തന്നെയാണ് നമുക്ക് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുക. പക്ഷേ പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ പുസ്തക വായന ഉണ്ടായാലും ഇല്ലെങ്കിലും, അവർക്ക് സ്ഥായിയായ ഗുരുക്കന്മാരുണ്ടായാലും ഇല്ലെങ്കിലും, അവർ ഏത് തദ്ദേശ ഏത് ലോക്കൽ ബോഡികളിലേക്കാണ് അവർ മത്സരിക്കുന്നത്, അതിൻ്റെ തത്വസംഹിതകളൊക്കെ അത്യാവശ്യം ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അത്യാവശ്യം നമ്മുടെ ഭരണഘടനയെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ ഇത്തരം അബദ്ധങ്ങളൊന്നും പറ്റാൻ സാധ്യതയില്ല. എന്തായാലും കോടതി ഇവിടെ ഒരു സൗമനസ്യം കൂടി കാണിച്ചിട്ടുണ്ട്. വീണ്ടും ഒരു 4 ആഴ്ചയ്ക്കുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള ഒരു അവസരം കൂടി നൽകിയിട്ടുണ്ടെന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. ഇതിലിപ്പം ഞാനിപ്പോൾ കണ്ടത് ശിവൻകുട്ടി, ഇപ്പോൾ ലാസ്റ്റ് ശിവൻകുട്ടി പറഞ്ഞത് ഇതിന് പിരിച്ചുവിടേണ്ട അവസ്ഥയിലാണ് സർക്കാർ ആ വിഷയത്തിൽ ശ്രദ്ധ പുലർത്തണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നിർത്തി. കാരണം ഈ പറഞ്ഞ പോലെ ഇനി കുറച്ച് കാലത്തോട്ട് ഈ സത്യപ്രതിജ്ഞ ചെയ്യുന്നവരെ അവിടെ കോർപ്പറേഷനിൽ യാതൊരുവിധ ഭരണകാര്യങ്ങളും നടക്കില്ല എന്നുള്ള കാര്യങ്ങളാണ്. കാരണം ഈ പറഞ്ഞ 20ഓളം ആൾക്കാർ അവിടെ അയോഗ്യരാക്കപ്പെട്ടു. നിലവിൽ അവിടേക്ക് മേയർക്ക് ഭൂരിപക്ഷം ഇല്ലാത്തൊരവസ്ഥയായിരിക്കും. അപ്പോൾ മേയർ ഇക്കാര്യത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും കോർപ്പറേഷൻ ഭരണം പ്രതിസന്ധിയിലാണ്. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇടപെടണം എന്നാണ് വി ശിവൻകുട്ടി ആ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് 4 ആഴ്ചക്കുള്ളിൽ അവർക്ക് ഈ സാധനം ചെയ്യാം. പക്ഷേ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു വ്യക്തി ജയിലിലാണ്. അപ്പോൾ അദ്ദേഹം ഇല്ലാണ്ട് ഈ സാധനം ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ സഭ എപ്പോൾ, കാരണം അപ്പോൾ പിന്നെ ഫസ്റ്റ് ചൂണ്ടിക്കാണിച്ച പോലെ ശിവൻകുട്ടി ഇത്തരം നിയമപരമായ കാര്യങ്ങളെല്ലാം ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ നമുക്ക് പണ്ട് നിയമസഭയിൽ കരിമീൻ തോട്ടത്തിൽ ആന കയറിയതുപോലെ ശിവൻകുട്ടിയുടെ ചില താണ്ഡവം നമുക്ക് മറക്കാൻ പറ്റില്ല. ഒരു പൊതുപ്രവർത്തകന്, പ്രത്യേകിച്ച് ജനാധിപത്യപരമായ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നിയമസഭ സാമാജികൻ എങ്ങനെ പെരുമാറാൻ പാടില്ല എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു ഉദാഹരണമാണ് അന്ന് ശിവൻകുട്ടി നിയമസഭയിൽ കാണിച്ചത്. അവിടെ സ്പീക്കറുടെ ഡയസിലേക്ക് കയറി ചെന്ന് ആ കസേര തള്ളി മറിച്ചിടുന്നു. അതുപോലെ തന്നെ അവിടെ ടെലിഫോൺ കണക്ഷനെല്ലാം വിച്ഛേദിക്കുന്നു, കമ്പ്യൂട്ടർ അടിച്ചു തകർക്കുന്നു. മേശയുടെ മുകളിൽ കയറി മുണ്ടും മടക്കി കുത്തി നിന്നിട്ടാണ് ശിവൻകുട്ടിയുടെ അണ്ടർവെയർ വരെ കാണുന്ന രീതിയിലാണ് അന്ന് സഭാ ടി വിയിലൂടെ ലോകം മുഴുവൻ ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ടും ഇവരൊക്കെ അത് കോടതിയിൽ നിഷേധിച്ചു. അപ്പോൾ അന്ന് സഭാ ടി വി അല്ല, വേറെ ഏതെങ്കിലും ദൃശ്യങ്ങളിലായിരുന്നെങ്കിൽ അത് മാനിപ്പുലേറ്റഡ് ആണെന്ന് ഇവർ പറഞ്ഞു വരുത്താനും തയ്യാറായാണ്. അപ്പോൾ ശിവൻകുട്ടി ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊരു സന്മാർഗ ഉപദേശം നൽകുന്നത് നമുക്ക് മാറ്റിവയ്ക്കാം. എന്തായാലും ഈ കോടതിയുടെ നിരീക്ഷണം നമുക്ക് അംഗീകരിച്ചേ പറ്റൂ. അത് പാടില്ല. ഏത് തരം വിശ്വാസികളായാലും, അവർ ദൈവവിശ്വാസികളാണെങ്കിൽ അവർക്ക് ഏത് ഇപ്പോൾ ഹിന്ദുമതത്തെക്കുറിച്ച് പറയുമ്പോൾ 330 കോടി ദേവതകളുണ്ടെന്ന് പറയുന്നത്, ഏതൊക്കെ രൂപത്തിലാണ് ഭക്തനെ ദേവതയെ ആരാധിക്കാൻ കഴിയുക, ആ രൂപത്തിൽ ദേവത ഭക്തൻ്റെ അടുത്തേക്ക് വരും എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ ആരാധനാ സമ്പ്രദായത്തിലാണ്. പക്ഷേ നമ്മൾ പൊതുജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി എന്ന രീതിയിൽ കൃത്യമായൊരു മാനദണ്ഡം അതിന് വച്ചിട്ടുണ്ട്. ആ രീതിയിൽ മാത്രമേ നിയമാനുശാസിക്കുന്ന രീതിയിൽ സത്യപ്രതിജ്ഞ നടത്താൻ പാടുള്ളൂ എന്നുള്ളത് അവർ പാലിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ കോടതിയെ അംഗീകരിച്ചേ പറ്റൂ ഇക്കാര്യത്തിൽ. ഇതിപ്പം കേരളത്തിൽ ഇത്തരത്തിലുള്ളത് ആദ്യമായിട്ടുണ്ട്. ഇപ്പം നിലവിൽ കുറേ MLA-മാരുടെ ഈ പറഞ്ഞ പോലെ സത്യപ്രതിജ്ഞ റദ്ദാക്കി നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ മുഴുവൻ പേരിൻ്റെ വിഷയത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതല്ലെങ്കിൽ പല കാര്യങ്ങൾ, പിന്നെ തെരഞ്ഞെടുപ്പിൽ കൊടുത്ത പല കാര്യങ്ങളും തെറ്റായതിൻ്റെ പേരിൽ അത്തരത്തിൽ പല ആൾക്കാർ നിർത്തി. പിന്നെ ഇത് മാത്രമല്ല, കേന്ദ്രത്തിലോട്ട് നോക്കുമ്പോൾ പല MP-മാരുടെയും MLA-മാരുടെയും അവിടെ ആയിട്ടുണ്ട്. അവിടെ ഈ പറഞ്ഞ പോലെ ഈ മതപരമായ ദൈവങ്ങളുടെ കൂട്ടുപിടിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നു അസറുദ്ദീൻ ഉവൈസിയുടെ ഒരു MLA-നെ വരെ ഇത്തരത്തിൽ സത്യപ്രതിജ്ഞ വീണ്ടും ചെയ്യിപ്പിച്ചിട്ടുണ്ട്. കാരണം പറഞ്ഞതിന് ശേഷം അല്ലാഹു അക്ബർ എന്ന് എന്തൊക്കെയോ അദ്ദേഹം ഈ പറഞ്ഞ പോലെ നിയമസഭയിൽ പറഞ്ഞിട്ടൊന്ന് തെലങ്കാനയിൽ പറഞ്ഞ വിഷയമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ചുറ്റുപാടും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വളരെ കൃത്യമാണ് ഇത് പാടില്ല എന്നുള്ളത്. അപ്പം ഒന്നല്ലെങ്കിൽ ഇവർക്ക് പൊതുവിജ്ഞാനമല്ല, പുറത്ത് നടക്കുന്നത് എന്താണെന്ന് അറിയില്ല. ഇട്ടാവട്ടത്ത് ഇങ്ങനെ തിരിഞ്ഞ് നടക്കുന്ന കുറച്ച് ടീമുകളാണ് പുറത്തെന്താ നടക്കുന്നത് എന്നുള്ളതും, പുറത്ത് ഇത്തരത്തിൽ വിഷയം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതും, സ്വന്തം കേരളത്തിൽ ഇത്തരത്തിൽ പല വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അവരത് എന്തുകൊണ്ട് അന്ന് ഈ പറഞ്ഞ പോലെ ക്യാൻസലായി എന്നുള്ളതും, തങ്ങളും ഈ പറഞ്ഞ പോലെ ഒരു പഞ്ചായത്ത് രാജിൻ്റെ കീഴിലാണെന്നുള്ളതും, അപ്പോൾ അവർക്ക് ഏതൊക്കെ തരത്തിൽ ഈ നിയമവശങ്ങളും അവരുടെ കീഴിൽ വരുന്നുള്ളതും, ഇതിനെക്കുറിച്ചൊക്കെ ഒരു സാമാന്യ ബോധം ഉണ്ടാക്കുക എന്നുള്ളത് നല്ല രീതിയായിരുന്നു. പക്ഷെ അതുപോലും ഇല്ലാണ്ടാണ് പല BJP കൗൺസിലർമാരും പ്രവർത്തിച്ചതെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഈ നടന്നത്. അല്ല, ഈ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കേണ്ട സ്ഥലങ്ങളിലെല്ലാം, അല്ലെങ്കിൽ പൊതുമാനദണ്ഡങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട സ്ഥലങ്ങളിലെല്ലാം നമ്മുടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ, അതിപ്പോൾ BJP എന്നോ അല്ലെങ്കിൽ മുസ്ലിം ലീഗെന്നോ കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റുകാരെന്നോ എന്നോ ഒന്നും വ്യത്യാസമില്ലാതെ ഈ ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ കീഴിൽ അത് നിയമം അനുശാസിക്കുന്ന രീതിയിൽ പെരുമാറാത്തതിൻ്റെ ദൂഷ്യങ്ങളാണ് നമ്മളിപ്പോൾ നിയമസഭയിലടക്കം അന്ന് കണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു പിന്തുടർച്ച എന്നോണം ഇപ്പോൾ ഇവിടെ അക്രമങ്ങളെല്ലാം ഉണ്ടായത്
ഇവിടെ എന്താണ്, അറിവില്ലായ്മയാണോ അത് വിശ്വാസത്തിൻ്റെ ആധിക്യമാണോ എന്നുള്ളത് അറിയില്ല. എന്ത് തന്നെയായാലും അറിവില്ലായ്മ നമുക്ക് അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. കാരണം ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കേണ്ട ആളുകൾ ചുരുങ്ങിയത് പഞ്ചായത്ത് രാജ് ആക്ടെങ്കിലും ഒക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഭരണഘടന എന്താണെന്ന് അറിയേണ്ടത് തന്നെയാണ്. അത് പാലിക്കാൻ വേണ്ടിയിട്ടാണല്ലോ, നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇവർ ഇത്തരം സ്ഥാനങ്ങളിലേക്കൊക്കെ മത്സരിക്കുന്നതും തിരഞ്ഞെടുക്കപ്പെടുന്നതും. അപ്പോൾ തീർച്ചയായും ജനാധിപത്യപരമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം. അവിടെ മതനിരപേക്ഷമായ നിലപാടുകൾ, മതേതര നിലപാടുകൾ ഉയർത്തി കാണിക്കേണ്ട ഇടങ്ങളിലെല്ലാം അങ്ങനെ തന്നെ ചെയ്യുകയും വേണം. ആരുടെയും വിശ്വാസത്തെയും മതസ്വാതന്ത്ര്യത്തെയും ഒന്നും ഇവിടെ ആരും ചോദ്യം ചെയ്യുന്നില്ലല്ലോ. സത്യപ്രതിജ്ഞയിലും അത് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ആ രീതികൾ പാലിക്കുവാൻ എല്ലാവരും തയ്യാറാവണം. അവിടെ കമ്മ്യൂണിസ്റ്റ് എന്നോ കോൺഗ്രസ് എന്നോ മുസ്ലിം ലീഗ് എന്നോ BJP എന്നോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവരും അത് പാലിക്കാൻ തയ്യാറാവണം. പൊതു മാനദണ്ഡങ്ങൾ, മാനവൻ എന്ന രീതിയിലുള്ള മനുഷ്യത്വപരമായ വികാര വിചാരങ്ങൾക്ക് ഊന്നൽ കൊടുക്കുകയും നിയമപരമായ ഔന്നിത്യം ഉയർത്തിപ്പിടിക്കാനും എല്ലാവരും തയ്യാറാകണമെന്ന് തന്നെയാണ് നമുക്കും വ്യക്തിപരമായി പറയാനുള്ളത്.